ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുറകിൽ കാണുന്ന മരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് കുടംപുളി അല്ലെങ്കിൽ മലബാർ ടാമറിൻഡ് എന്ന് പറയുന്ന ചെറുമരമാണ്. ചെറുമരം എന്ന് പറയാൻ പറ്റില്ല, ഇത് നല്ല വലിയ വലിപ്പമുള്ള മരമായി തീരുന്ന ഒരു വൃക്ഷച്ചെടി തന്നെയാണ്. പിന്നെ ശാസ്ത്രീയമായിട്ട് ഗാഴ്സീനിയ ഗാംബോജിയ എന്ന് പറയും. ഗാഴ്സീനിയ കാംബോജിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ചില കർഷകർ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കുടംപുളി മരം പൂത്തു, പക്ഷേ ഇതുവരെയും ഒറ്റ കായ് പോലും പിടിച്ചിട്ടില്ല. കഴിഞ്ഞ 2-3 വർഷമായി പൂക്കുന്നുണ്ട്, പക്ഷേ കായൊന്നും പിടിക്കുന്നില്ല. ഞാൻ അങ്ങനെ 1-2 കൃഷിക്കാരുടെ സ്ഥലം സന്ദർശിക്കുകയും അവരുടെ മരത്തിൽ പൂത്തു നിൽക്കുന്ന പൂക്കൾ ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ അത് ആൺപൂക്കളായിരുന്നു എന്ന് മനസ്സിലായി. ആൺപൂക്കളാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കായുണ്ടാവാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇവിടെ എൻ്റെ പുരയിടത്തിൽ ഞാനും ഒരു തൈ വാങ്ങി വെച്ചു, അത് വളർന്നു വന്നു. ഞാനും അത് കായ്ക്കുന്നത് നോക്കിയിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് അതിൽ പൂക്കൾ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടത്. ആ പൂക്കളെ ഞാനൊന്ന് സസൂക്ഷ്മം പരിശോധിച്ചപ്പോൾ അതും ഒരു ആൺചെടിയാണ് എന്ന് മനസ്സിലായി. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇത് ആൺചെടിയാണോ അതോ പെൺചെടിയാണോ എന്ന്? കുടംപുളി ഒരു ഡയേഷ്യസ് പ്ലാന്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആൺചെടിയും പെൺചെടിയും പ്രത്യേകമായിട്ടാണ് ഉണ്ടാകുക. ആൺചെടിയിൽ മെയിൽ ഫ്ലവേഴ്സ് മാത്രവും പെൺചെടിയിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രവും ആണ് ഉണ്ടാകുക. അത് തിരിച്ചറിയുന്നതിന് നമ്മൾ അതിൻ്റെ പൂക്കൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ സെപ്പലുണ്ട്, പെറ്റലുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റേമൻ എന്ന് പറയുന്ന ഒരു ഭാഗം മെയിൽ ഫ്ലവേഴ്സിൽ ഉണ്ടാവും. അതേസമയം ഫീമെയിൽ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല, പക്ഷേ നമ്മൾ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും സ്റ്റേമൻ കാണുന്ന ഭാഗത്ത് സ്റ്റേമിന് പകരം പിസ്റ്റിലാണ് കാണുക. പിസ്റ്റിലിൻ്റെ അടിഭാഗത്ത് അല്പം ബൾജ് ചെയ്തിട്ടുള്ള വീർത്തിട്ടുള്ള ഓവറി എന്നുള്ള ഭാഗവും കാണാം. എൻ്റെ ഈ കുടംപുളി നട്ട് 9 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ എന്തായാലും ഇത് കായ്ക്കില്ല, ഫ്രൂട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ 2 ഓപ്ഷനാണ് എൻ്റെ മുമ്പിലുള്ളത്. ഒന്നുകിൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ചെടി വാങ്ങിച്ച് നടുക, അത് തന്നെ ഒരു ഗ്രാഫ്റ്റ് തൈ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫീമെയിലായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ഇതിനെ ഒരു പെൺചെടിയാക്കി മാറ്റി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ചെറിയ ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രാഫ്റ്റിംഗ് മെത്തേഡുണ്ട്. അതിനെ ടോപ്പ് വർക്കിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ഫ്രൂട്ട് ക്രോപ്സുകളിലൊക്കെ ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും അൺപ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത ഇല്ലാത്ത അല്ലെങ്കിൽ കുറഞ്ഞ മരങ്ങളെ ഉൽപ്പാദനക്ഷമതയുള്ളതാക്കി മാറ്റുന്നതിന് ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രാഫ്റ്റിംഗ് ആണ് ടോപ്പ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹൈറ്റിൽ, അതായത് ഒരു 4-5 അടി ഹൈറ്റ് വെച്ചിട്ട് ഈ മരം മുറിച്ചു മാറ്റുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. മുറിച്ചു മാറ്റിയ ശേഷം ഈ മുറിഞ്ഞ ഭാഗത്ത് ഏതെങ്കിലും ഒരു കുമിൾനാശിനി പേസ്റ്റ് ചെയ്യണം. ബോഡോ മിശ്രിതമോ കോപ്പർ ഓക്സിക്ലോറൈഡോ അല്ലെങ്കിൽ സാഫോ ചെയ്യാം. ഈ മുറിഞ്ഞ ഭാഗത്ത് മാത്രമേ ചെയ്യേണ്ട അത്യാവശ്യമുള്ളൂ. ഞാനിവിടെ മുഴുവനും ആ ഭാഗത്ത് ചെയ്തത് അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളതായിട്ട് തോന്നിയത് കൊണ്ടാണ് ആ രീതിയിൽ ചെയ്തത്. ഇതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് നമ്മൾ കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈയും അതുപോലെ ഈ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അണുവിമുക്തമാവണം. അതിന് ഏതെങ്കിലും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുകയും അതുപോലെ നാം ഉപയോഗിക്കുന്ന നൈഫ് ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. പലതരത്തിലുള്ള ഗ്രാഫ്റ്റിംഗ് രീതിയും ഈ ടോപ്പ് വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് വേണമെങ്കിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ തൊലി അല്ലെങ്കിൽ അതിൻ്റെ ബാർക്ക് അല്പം ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുറിച്ച് മാറ്റുക എന്നുള്ളതല്ല. അതിൽ ആ ചേർന്നിരിക്കുന്ന ഭാഗം അല്പം ഒന്ന് പുറകിലോട്ട് തള്ളി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ് നമ്മളടുത്ത് ചെയ്യേണ്ടത്. അടുത്ത് നമുക്ക് ഒരു സയോൺ
സയോൺ എന്ന് പറയുന്നത് ഇതിൽ വച്ച് പിടിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെൺചെടിയിൽ നിന്ന് എടുക്കുന്ന ചെറു ബ്രാഞ്ചുകളാണ് നമ്മൾ സയോൺ എന്ന് പറയുന്നത്. അത് ചെറിയ സൈസിലുള്ള ഒരു പെൻസിലിൻ്റെ കനമുള്ളതോ അല്ലെങ്കിൽ അല്പം കൂടെ കുറഞ്ഞതോ ആയിട്ടുള്ള കനമുള്ള ചെറിയ ശിഖരം മുറിച്ചെടുത്ത് അതിൻ്റെ കീഴ്ഭാഗം നല്ല ഷാർപ്പായിട്ടുള്ള കത്തി കൊണ്ട് 2 സൈഡ് നമ്മൾ അത് മുറിച്ച് എടുക്കണം. ഷാർപ്പായിട്ട് എടുക്കണം, ചതയാനൊന്നും പാടില്ല. കാരണം അത് ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സയോണിൻ്റെ കേമ്പ്യവും നമ്മുടെ നേരത്തെയുള്ള ബാർക്കിലെ കേമ്പ്യവും അതിനോട് ചേർന്ന് വരുന്ന കേമ്പ്യവും തമ്മിൽ നന്നായിട്ട് ചേരുകയുള്ളൂ. ആ ഒരു യൂണിയൻ നന്നായിട്ട് നടന്നാൽ മാത്രമേ ഈ ഗ്രാഫ്റ്റ് പിടിച്ചു കിട്ടുകയുള്ളൂ. ഇപ്രകാരം സയോൺ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാം മാറ്റിയ, അതായത് സ്കിൻ അല്ലെങ്കിൽ ബാർക്ക് മാറ്റിയ ആ ഗ്യാപ്പിലോട്ട് ഈ സയോൺ ഇൻസെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ മരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ മുറിച്ച് മാറ്റിയ ഭാഗത്തിൻ്റെ വ്യാസം അനുസരിച്ചിട്ട് ഒന്നിലധികം സയോൺ നമുക്ക് വയ്ക്കാൻ പറ്റും. ഇവിടെ ഇതിന് പ്രധാനമായിട്ട് 2 ശിഖരങ്ങളാണുള്ളത്. അപ്പോൾ രണ്ടിൽ നിന്ന് നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലും ഒരു 4 സയോൺ വീതമാണ് ഈ രീതിയിൽ ഇൻസെർട്ട് ചെയ്തത്. ഇൻസെർട്ട് ചെയ്തതിന് ശേഷം വളരെ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് കെട്ടണം. സയോൺസ് ബാർക്കിനുള്ളിൽ ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ഈ ഗ്രാഫ്റ്റിംഗ് റിബൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റായിട്ട് വരിഞ്ഞ് തന്നെ കെട്ടണം. കാരണം അതിനിടയിലൊന്നും ഒരു ഗ്യാപ്പും വരാൻ പാടില്ല. നല്ല രീതിയിൽ പല പ്രാവശ്യം ചുറ്റി കെട്ടുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. നമ്മുടെ ആവശ്യമുള്ള സയോൺസ് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ഇതിനൊരു പോളിത്തീൻ കവർ കൊണ്ട് കവർ ചെയ്യണം. കാരണം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ വലിയ മഴയും നല്ലതല്ല. അപ്പോൾ അതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോളിത്തീൻ കവർ നമ്മൾ കൊണ്ട് മൂടുന്നത്. ആ പോളിത്തീൻ കവർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറൊരു കമ്പോ പോലെ എന്തെങ്കിലും ഒന്ന് വച്ച് കെട്ടി. കാരണം ഇതിൽ നേരിട്ട് നമ്മുടെ സയോണിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തടി വച്ച് കെട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ പോളിത്തീൻ കവർ കൊണ്ട് മൂടുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് വർക്കിംഗ് എന്ന ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിലുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സക്സസ് എന്നുള്ളതാണ്. അപ്പോൾ 100% സക്സസ് എന്നൊക്കെ പറയാൻ പറ്റില്ല. ഒന്ന്, ഇത് ചെയ്യുന്ന ആളിൻ്റെ ഒരു സ്കില്ല് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയം, ഒരു മഴ തുടങ്ങുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു സാപ്പ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബാർക്ക് ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുറിച്ച് മാറ്റുകയല്ല, ഈ മുറിച്ച ഭാഗത്തു നിന്ന് അല്പം ഒന്ന് തള്ളി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒബ്സർവ് ചെയ്യുക, ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. അങ്ങനെ സാധാരണ രീതിയിൽ ഒരു മാസം കഴിയുമ്പോൾ ഈ ഗ്രാഫ്റ്റ് പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസ് പറയണമെന്നുണ്ടെങ്കിൽ 1-2 മാസം കാത്തിരിക്കേണ്ടി വരും. എന്നാലും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരു മരം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 9-10 വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഇത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ 1-2 വർഷത്തിനുള്ളിൽ തന്നെ പൂക്കൾ വന്നു തുടങ്ങും.